നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡ് റെസിപ്പിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ 2 വലുപ്പമുള്ള അല്ലി വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നാരങ്ങ നീര്, അര നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒലിവ് ഓയിൽ 2 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. വിനെഗർ ചേർത്ത് കൊടുത്തു. ഉപ്പ്, കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഗ്രീക്ക് യോഗട്ട്, സീറോ ഫാറ്റ് യോഗട്ടാണ് ചേർക്കുന്നത്. അപ്പം അളവുകളൊക്കെ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. എന്നാലും വിനെഗർ കുറച്ച്, ഹാഫ്, ഒലിവ് ഓയിൽ എത്ര എടുക്കണം അതിൻ്റെ ഹാഫ്. ഒലിവ് ഓയിൽ 2 വലിയ ടേബിൾ സ്പൂണും വിനെഗർ 1 ടേബിൾ സ്പൂണുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഗ്രീക്ക് യോഗട്ട് 3 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. നമുക്കിത് ആദ്യം ഇച്ചിരി ലൂസായിട്ട് തോന്നുമെങ്കിലും കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നോക്കൂ, നല്ല തിക്കായില്ലേ ഇപ്പം. പിന്നെ ഉപ്പ്, കുരുമുളക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതിനകത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാലഡ് ഡ്രസ്സിങ്ങാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, എനിക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ സാലഡ് ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഞാൻ മിൻറ്റിൻ്റെ ഒരു 2-3 ഇല ചേർത്ത് കൊടുത്തായിരുന്നു, നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ മല്ലിയില ഒരു ചെറിയ പിടി മല്ലിയില അങ്ങനെ ചേർത്ത് കൊടുത്തു അരിഞ്ഞത്. ഇതെല്ലാം അങ്ങോട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കുക്കുംബർ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് ഒരു ഹാഫ് കുക്കുംബർ അരിഞ്ഞ് ചേർത്തു. ഇനി നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുക വെജിറ്റബിൾസ്. പിന്നെ നമുക്ക് അതിനകത്ത് ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ്, എന്തെങ്കിലും ഒരു കടലയോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേവിച്ചാൽ. ഞാനിത് സ്വീറ്റ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും നട്ട്സും കൂടെ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ഒരു ഹെൽത്തി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഞാൻ കുറച്ച് സെലറി ചേർത്ത് കൊടുത്തു. പിന്നെ ലെറ്റസ്, പിന്നെ ക്യാരറ്റ്, പിന്നെ റെഡ് കളറുള്ള പെപ്പർ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലഡ് ഡ്രസ്സിങ് കൂടെ യോജിപ്പിക്കുക. അതിനകത്ത് ഞാൻ ഇനി ചേർക്കാനുള്ളത് ഞാൻ ചേർത്തായിരുന്നു, കുറച്ചത് കിട്ടിയില്ല കേട്ടോ. സ്വീറ്റ് കോണും കൂടെ ചേർത്തായിരുന്നു. ഓക്കെ, അപ്പോൾ സാലഡ് ഡ്രസ്സിങ്ങും സ്വീറ്റ് കോണും ചേർത്ത് കൂടി യോജിപ്പിക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ റെഡിയാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഗ്രീൻ സാലഡ് ഡ്രസ്സിങ് ഞാൻ ഉണ്ടാക്കിയത് പോസ്റ്റ് ചെയ്തിരുന്നു, അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം. അതാണ് എനിക്ക് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒന്നും മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്കും കൊണ്ടോ വുഡൻ സ്പൂണും കൊണ്ടോ അടിച്ചെടുത്താൽ മതി. നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് റെഡിയാക്കി കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോലെ. അപ്പോൾ ഞാൻ വേറെ ഒരു ഹെൽത്തി റെസിപ്പിയായിട്ട് ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് GNV ബ്ലോഗ്സ്. ഞാനിപ്പം ഇത് കണ്ടോ, ഒരു ബാക്കിയുള്ള ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഡ്രസ്സിങ് ഉണ്ടാക്കിയതിനകത്ത് ചേർത്തുള്ളൂ. പിന്നെ ലഞ്ചിന് കൊണ്ടുപോകുമ്പോൾ ഞാൻ ജസ്റ്റ് അതിനകത്തേക്ക് ചേർക്കും, സെപ്പറേറ്റ് വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ബാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വീക്കിലി വൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീക്കിലേക്കുള്ള സാലഡിൻ്റെ ഡ്രസ്സിങ്ങുമായി. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് GNV ബ്ലോഗ്സ്. ബൈ. ഞാൻ ലഞ്ച് കൊണ്ടുപോകുമ്പോൾ സാധാരണ ഒരു ബോയിൽഡ് എഗ്ഗും കൂടെ ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ സാലഡ് റെസിപ്പി റെഡിയാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.